നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എബിഷ. CSA ദക്ഷിണ കേരള മഹായിടവകയുടെ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായി സൗഖ്യദായക ഞായർ ആചരിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി CSA മച്ചേൽ സഭാംഗമായ പ്രശാന്തിനെ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ റെവറൻഡ് ഇ ഷൈൻ സന്ദർശിക്കുകയുണ്ടായി. ശരീരത്തിൽ സ്കിന്നിലുണ്ടാകുന്ന പ്രത്യേകതരം ഡിസീസ് ശരീരം മുഴുവൻ പടരുകയും മുറിവായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രശാന്തിനുള്ളത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയും ചികിത്സാ ചെലവുകൾക്ക് തുക കണ്ടെത്താൻ പ്രയാസമുള്ള കുടുംബമാണ് പ്രശാന്തിന്റേത്. കൂടാതെ അമ്മയാണ് പ്രശാന്തിനെ പരിചരിക്കുന്നത്. മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ MLA അടിയന്തര ഇടപെടൽ പ്രശാന്തിനെ വിദഗ്ധ ചികിത്സയ്ക്കായി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. പ്രശാന്തിനെ വെല്ലൂരിൽ എത്തിക്കുവാൻ ദീപു വർഗീസിനെയും പരിചരിക്കുവാൻ CSI പാപ്പനംകോട് എസ്റ്റേറ്റ് സഭയിൽ RBI സേവനം അനുഷ്ഠിക്കുന്ന ബിനോയെയും മഹായിടവക ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ പ്രിൻസൺ ബെൻ തിരുമേനി ചുമതലപ്പെടുത്തി. പ്രശാന്തിന്റെ ചികിത്സയുടെ ആരംഭമായി മഹായിടവക പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ ജയരാജ് അച്ഛന്റെ സാന്നിധ്യത്തിൽ മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ MLA 25,000 രൂപ നൽകി. തുടർന്നുള്ള ചികിത്സാ ചിലവുകൾ വഹിക്കുന്നതും മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീണാണ്. 2026 ജൂലൈ 20 തുടർ ചികിത്സയ്ക്കായി വെല്ലൂരിലേക്ക് പോകുന്ന പ്രശാന്തിന്റെ രോഗസൗഖ്യത്തിനായി എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. CSA ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിലുള്ള LMS LPS മെയ്പുരം സ്കൂളിൽ കരുതൽ പദ്ധതിയുടെ ഉദ്ഘാടനം 2026 ജൂലൈ 16 വ്യാഴാഴ്ച രാവിലെ 9:30 മഹായിടവക എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി എഞ്ചിനീയർ S സത്യരാജ് നിർവഹിച്ചു. LMS LPS മെയ്പുരം സ്കൂളിലെ കുഞ്ഞുങ്ങൾ മെയ്പുരം സെന്റ് മാരീസ് ഓൾഡ് ഏജ് ഹോമിൽ പൊതിച്ചോറ് വിതരണം ചെയ്താണ് കരുതൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതോടൊപ്പം LMS LPS മെയ്പുരം സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേബൽ, സ്കൂൾ PTA പ്രസിഡന്റ് സുരേഷ് കുമാർ, മഹായിടവക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫ്രാൻസിസ്, മാനേജ്മെന്റ് പ്രതിനിധി ജോയി വത്സലം, മാനേജ്മെന്റ് അംഗം ജസ്റ്റിൻ രാജ്, സ്റ്റാഫ് സെക്രട്ടറി ഷൈൻ RB, കൺവീനർ ഷർമിള സിംഗ് തുടങ്ങിയവരും അധ്യാപകരും മെയ്പുരം സെന്റ് മേരീസ് ഓൾഡ് ഏജ് ഹോം പ്രവർത്തകരും അതിലെ അന്തേവാസികളുമായ മാതാപിതാക്കളും LMS LPS സ്കൂൾ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ഓരോ മാസവും ഒരു ദിവസം ഓരോ ക്ലാസ് വീതമാണ് കരുതൽ പദ്ധതിയുടെ പൊതിച്ചോറ് വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. കുഞ്ഞു പ്രായത്തിൽ തന്നെ സമൂഹത്തിൽ അശരണരെ കൈത്താങ്ങുവാനും വിശക്കുന്നവർക്ക് അന്നം നൽകുവാനും സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള കുഞ്ഞുങ്ങളായി വളരുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. CSA ദക്ഷിണ കേരള മഹായിടവകയിൽ 2026 വർഷത്തെ യുവജന വാരം ഓഗസ്റ്റ് മാസം 2 മുതൽ 9 വരെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യുവജനങ്ങളുടെ ആത്മീയ പരിപോഷണ പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ എല്ലാ സഭകളിലും ക്രമീകരിക്കേണ്ടതാണ്. യുവജന വാരാഘോഷങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 2-ാം തീയതി ഉദ്ഘാടനവും 9-ാം തീയതി സമാപനവും മറ്റ് ദിവസങ്ങളിൽ കൺവെൻഷനുകൾ, ഭവന സന്ദർശനം, സ്നേഹ കൂട്ടായ്മകൾ, മിഷൻ ബോധവൽക്കരണം, ആതുരാലയ സന്ദർശനം, ഹരിതയജ്ഞം, വേദപുസ്തക പാരായണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ ക്രിയാത്മകമായി ക്രമീകരിക്കാവുന്നതാണ്. ഓഗസ്റ്റ് 9-ാം തീയതി നടക്കുന്ന വിശുദ്ധ ആരാധനയിൽ ബോർഡ് ഫോർ യൂത്ത് വർക്കായി പുറത്തിറക്കിയ യുവജന വാര ആരാധനക്രമം ഉപയോഗിക്കേണ്ടതും സഭയിലെ യുവതി-യുവാക്കൾ ആരാധനയ്ക്ക് നേതൃത്വം നൽകേണ്ടതുമാണ്. ആരാധനയുടെ അവസാന ഭാഗത്ത് ഒരു ഗാനം യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ആലപിച്ച് പ്രത്യേകമായി സ്തോത്രക്കാഴ്ച ശേഖരിച്ച് മുഴുവൻ തുകയും മഹായിടവക ട്രഷറിയിൽ നേരിട്ടോ ഓഗസ്റ്റ് മാസത്തെ സഭയുടെ ഫോം വഴിയോ അടച്ച രസീത് മഹായിടവക യുവജന പ്രവർത്തന സമിതി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം മഹായിടവക കുടിശ്ശിക ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. ക്രിസ്തുവിന്റെ ഭാവമുള്ള യുവതലമുറയെ സാമൂഹിക പ്രതിബദ്ധതയോടും ആത്മീയ മുഖ്യത്തോടും രൂപപ്പെടുത്തുന്നതിന് നമുക്ക് കൈകോർക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹീതവും ക്രിയാത്മകവുമായ ഒരു യുവജന വാരം ആശംസിക്കുന്നു. CSA ദക്ഷിണ കേരള മഹായിടവക VBS മിനിസ്ട്രിയുടെ ഭാഗമായി 2026 ഓഗസ്റ്റ് 1 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ VBS ലീഡേഴ്സ് ഫോൾ ആപ്പ് തിരുവനന്തപുരം LMS പോളിയോ ഹോമിൽ വെച്ച് നടക്കുന്നു. 2026 വിവിധ സഭകളിൽ VBS ലീഡേഴ്സായി പോയിട്ടുള്ള പ്രതിനിധികൾക്കാണ് VBS ലീഡേഴ്സ് ഫോൾ ആപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ VBS ലീഡേഴ്സും 2026 ഓഗസ്റ്റ് 1 നടക്കുന്ന VBS ലീഡേഴ്സ് ഫോൾ ആപ്പിൽ പങ്കെടുക്കാൻ അറിയിക്കുന്നു. അതോടൊപ്പം VBS മിനിസ്ട്രിയുടെ ഭാഗമായി 2026 സെപ്റ്റംബർ 12 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ 1 മണി വരെ VBS ഫെസ്റ്റ് LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നു. എല്ലാ VBS കുഞ്ഞുങ്ങളും ഒന്നിച്ചു ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് VBS ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഡാൻസുകളിലൂടെയും
ദൈവവചനം പഠിക്കുകയും ഒപ്പം പപ്പറ്റ് ഷോയും മാജിക്കും ഗെയിംസും ലക്കി ഡ്രോയും ഫുഡ് കോർട്ടും VBS ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉച്ചഭക്ഷണം ലഭ്യമാണ്. 20 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 2026 സെപ്റ്റംബർ 5-നുള്ളിൽ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ബോർഡിൽ VBS ഫെസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. SRC കമ്മ്യൂണിറ്റി കോളേജിന്റെ ഭാഗമായുള്ള തിരുവനന്തപുരം മാസ് സ്ക്വയർ ബിഷപ്പ് ഡോക്ടർ സാമുവൽ അമൃതം കോളേജിൽ ഡ്രംസ്, ബ്യൂഗിൾ, ബ്രാസ്, പൈപ്പ് ബാൻഡ് എന്നിവയിൽ 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ബ്രാൻഡ് ഓർക്കസ്ട്ര കോഴ്സും സർട്ടിഫിക്കറ്റ് ഇൻ മോസ്കിറ്റോ ഇറാഡിക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്, കമ്പ്യൂട്ടർ കോഴ്സുകൾ, അഡ്വാൻസ്ഡ് വെൽഡിംഗ് ടെക്നോളജി എന്നിവയിൽ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെയും അഡ്മിഷൻ ആരംഭിച്ചു. 2026 ജൂലൈ 30 വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. ഈ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ തിരുവനന്തപുരം മാസ് സ്ക്വയർ ബിഷപ്പ് ഡോക്ടർ സാമുവൽ അമൃതം കോളേജുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം കണ്ണമൂല ജോൺ കോക്സ് മെമ്മോറിയൽ CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ തുടങ്ങിയത്. തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോളേജിൽ മികച്ച അക്കാദമിക് ഫലങ്ങൾ, 90% അധികം പ്ലേസ്മെന്റ് റെക്കോർഡും കൂടാതെ MBA അംഗീകാരമുള്ള എഞ്ചിനീയറിംഗ് കോളേജുമാണിത്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് നിലവിലുള്ളത്. അഡ്മിഷനായി ആഗ്രഹിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.